ദൈവത്തിൻ്റെ ഘനമായ, ദൈവത്തിൻ്റെ ഷെഖൈന മഹത്വം അത് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമായി ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ സഭ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അസൂസ സ്ട്രീറ്റിൽ ആ ദൈവ പ്രവൃത്തിയിൽ നടന്ന അവിടെ വലിയ നിലവാരത്തിൽ ദൈവ സാന്നിധ്യം പ്രകടമാകുവാൻ ഇടയായിത്തീർന്നു. അഗ്നി തൂണായി, മേഘസ്തംഭമായി, മേഘമായി, പുകയായി ദൈവത്തിന്റെ ഘനമായ സാന്നിധ്യം, the very manifest presence of God, the weighty presence of God, the Shekinah presence of God, where God began to unveil himself in all his glory. ദൈവം പൂർണ്ണ മഹത്വത്തോടെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു പ്രതലം. അവിടെ വലിയ അനുതാപങ്ങൾ ഉണ്ടാകുന്നു, കൂട്ട മനസാന്തരങ്ങൾ ഉണ്ടാകുന്നു, ആ കമ്മ്യൂണിറ്റിയിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു, വലിയ ദൈവപ്രവർത്തികൾ, വലിയ കൂട്ടമായിട്ടുള്ള സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അവർണ്ണനീയമായ ദൈവപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ നടക്കുന്നു. വെൽക്കം ടു ദ ബൈബിൾ സ്റ്റഡി സീരീസ്. ഈ ദിവസങ്ങളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ വേദപഠനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. യു വിൽ ബി ട്രെമെൻഡസ്ലി ബ്ലെസ്ഡ് ആൻഡ് യുവർ ലൈഫ് വിൽ നെവർ ബി ദ സെയിം അഗെയിൻ. യെസ്, ദീസ് ആർ powerful teachings that will revolutionize your life and cause you to be a person who makes great impact in these last days. അന്ത്യനാളുകളിൽ ദൈവത്തിനു വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ ഈ വേദപഠനങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇന്ന് നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുകയും പഠിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു എങ്ങനെ ക്രിസ്തു തന്നെ നമ്മുടെ സമാധാനമായി തീർന്നു. എല്ലാ ശത്രുത്വത്തെയും, മനുഷ്യൻ്റെയും ദൈവവും തമ്മിലുണ്ടായിരിക്കുന്ന ശത്രുത, യവനന്മാരും യഹൂദന്മാരും തമ്മിലുണ്ടായിരിക്കുന്ന ശത്രുത, ആ വേർപാടിൻ്റെ നടുച്ചവരിനെ എങ്ങനെയാണ് യേശു തൻ്റെ ശരീരയാഗത്താൽ, തൻ്റെ രക്തത്തിൻ്റെ വിലയാൽ അത് ഇടിച്ച് നീക്കിക്കളഞ്ഞ് ഒരു നിരപ്പ് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. യെസ്, ക്രൈസ്റ്റ് reconciled us back to God, and every separating wall of enmity was broken by the shedding of the blood, and he brought reconciliation between God and man, reconciliation between Jews and Gentiles, bringing forth one new man in Christ, one body in Christ. അതെ, ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി വേർപാടിൻ്റെ നടുച്ചവര് ഇടിച്ചു കളഞ്ഞ് കർത്താവായ യേശു യഹൂദന്മാരെയും ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സകലരെയും ഒരു പുതിയ മനുഷ്യനായി, ഒരു ശരീരത്തിൻ്റെ ഭാഗമായി, ഏക ആത്മാവിനാൽ ദൈവത്തിലേക്ക് പ്രവേശനം നൽകിയ ആ മഹത്തരമായ രക്ഷയുടെ പ്രവൃത്തിയെ നാം ചിന്തിക്കുവാൻ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. And how God reconciled us back to himself through his son Jesus Christ and brought forth one new man in Christ, one body in Christ, giving us access to the Father through one spirit. ഇന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ തുടർന്ന് ആ ചിന്ത തന്നെയാണ് നാം ഇന്ന് കാണുവാൻ പോകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുന്ന നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. Reading in the book of Ephesians chapter 2 verse 19 to 22. So then you are no longer strangers and aliens, but you are fellow citizens with the saints and members of the household of God, built on the foundation of the apostles and prophets, Christ Jesus himself being the cornerstone, in whom the whole structure being joined together grows into a holy temple in the Lord. In him you also are being built together into a dwelling place for God by the Spirit. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? പൗലോസ് അപ്പോസ്തലൻ സഭാമക്കളോട് പറയുകയാണ്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും ജാതിക പശ്ചാത്തലത്തിൽ നിന്നും വന്ന് കർത്താവിനെ വിശ്വസിച്ച് വന്ന വിശ്വാസികളോട്, ദൈവമക്കളോട് പറയുകയാണ്, ആ വേർപാടിൻ്റെ നടുച്ചവരെല്ലാം കർത്താവ് തൻ്റെ ശരീരയാഗത്താൽ ഇടിച്ചു കളഞ്ഞു. നീയും ഒരു കോംപ്ലക്സസും പാടില്ല. സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ വേർതിരിക്കുന്ന സകല കാര്യങ്ങളെയും നമ്മൾ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ആ പ്ലാനും പദ്ധതികളും മനസ്സിലാക്കി ഒരു പുതിയ മനുഷ്യനെ കർത്താവ് ഉളവാക്കുകയാണ്. ഒരു ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽ നിന്ന്, എല്ലാ സമൂഹത്തിൽ നിന്ന്, യവനെന്നില്ല, യഹൂദനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ദാസനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവരെയും ഒരു ശരീരത്തിൻ്റെ ഭാഗമാക്കി ഒരു പുതിയ മനുഷ്യനാക്കി ദൈവം കൊണ്ടുവരുവാൻ ഇടയാക്കി
തീർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ മനസ്സിലാക്കി 19 വാക്യത്തിൽ പ്രത്യേകിച്ച് ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് വീണ്ടും അവരെ പ്രബോധിപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ആ വെളിപ്പാടിനാൽ നിങ്ങൾ പിടിക്കപ്പെടണം. നിങ്ങൾ അപഹർഷതാബോധത്തിൽ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ ഞങ്ങൾ ആരുമല്ല ഏതുമല്ല എന്നുള്ളൊരു ചിന്തയിലല്ല നാം ജീവിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. നാം ദൈവത്തിൻ്റെ ഭവനക്കാരായിത്തീർന്നു, നാം ദൈവത്തിൻ്റെ കുടുംബക്കാരായിത്തീർന്നു, നാം ദൈവത്തിൻ്റെ മക്കളായിത്തീർന്നു. വി ആർ പാർട്ട് ഓഫ് ഹിസ് റോയൽ ഫാമിലി. ആ വലിയ ഐഡൻറ്റിറ്റിയാൽ നാം പിടിക്കപ്പെടുകയും ദൈവത്തിനു വേണ്ടി നാം പ്രയോജനപ്പെടണം എന്നാണ് ഈ ദൈവവചനത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുന്നത്. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? എന്താണ് ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി? ഇങ്ങനെ ദൈവത്തിൻ്റെ ഭവനക്കാരായി, ദൈവസഭയുടെ ഭാഗമായി, ദൈവത്തിൻ്റെ കുടുംബമായിരിക്കുന്ന ഈ കുടുംബത്തെ ദൈവം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു മന്ദിരത്തെ സൃഷ്ടിക്കുകയാണ്. ജീവനുള്ള കല്ലുകളായി നമ്മെ ഓരോരുത്തരെയും ചേർത്ത് പണിയുന്ന ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന, ദൈവത്തിന് ഭൂമിയിൽ വസിക്കുവാൻ, ദൈവത്തിൻ്റെ നിവാസ സ്ഥലമായിരിക്കുവാൻ ദൈവം തൻ്റെ കുടുംബത്തെ, തൻ്റെ ശരീരത്തെ, തൻ്റെ സഭയെ ഒരു മന്ദിരമായി പണിഞ്ഞെടുക്കുകയാണ്. വാട്ട് ഈസ് ഗോഡ്സ് പർപ്പസ് ഇൻ ദിസ്? ദാറ്റ് God is bringing forth one new man from different backgrounds, without any separation, without any divisions, one new man in Christ, one body in Christ, and God is bringing forth this body and transforming this body into a temple so that God can dwell in the midst of his people, and that becomes the dwelling place of God. So that's what God is doing. The household of God becomes the temple of God. ദൈവത്തിൻ്റെ കുടുംബം, ദൈവത്തിൻ്റെ കുടുംബക്കാർ ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്നത്. യെസ്, ദ ഹൗസ് ഓഫ് ഗോഡ് ബിക്കംസ് a temple of God where God can dwell in all his glory and manifest all his glory in his great power. ദൈവത്തിൻ്റെ ഭൂമിയിൽ വസിക്കുവാൻ, ദൈവത്തിൻ്റെ നിവാസ സ്ഥലമായി ദൈവം നമ്മെ വ്യക്തിപരമായി ദൈവം നമ്മെ മന്ദിരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്നു. അപ്പോൾ തന്നെ ദൈവം ദൈവസഭയാകുന്ന നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി, ദൈവത്തിൻ്റെ നിവാസ സ്ഥലമാക്കി, ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വം ഒരു മറയുമില്ലാതെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ അവൻ്റെ മന്ദിരമാക്കി തീർക്കുന്നു, അവൻ്റെ ആലയങ്ങളാക്കി തീർക്കുന്നു, ദൈവമഹത്വത്തിൻ്റെ സ്ഥലങ്ങളാക്കി, ഭൂമിയിൽ ദൈവത്തിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ് ആക്കി ദൈവം നമ്മളെ മാറ്റുന്ന വലിയൊരു ദൈവപ്രവൃത്തിയാണ് ദൈവം ചെയ്തെടുക്കുന്നത്. 20 വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തു തന്നെ മൂലകല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. നമ്മെ ദൈവം ഒരു അടിസ്ഥാനത്തിന്മേലാണ് പണിതിരിക്കുന്നത്. എല്ലാ കെട്ടിടത്തിനും അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം നമ്മെ യേശു എന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ, യേശു തന്നെ മൂലക്കല്ലായിരിക്കുന്ന ആ അടിസ്ഥാനത്തിന്മേൽ, ആ ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേലാണ് നമ്മെ ദൈവം പണിഞ്ഞിരിക്കുന്നത്. അത് നാം തിരിച്ചറിയണം. വേറെ ഒരു അടിസ്ഥാനമില്ല. There is no other foundation except Christ Jesus. Christ is our foundation. യേശു ആകുന്ന ആ അടിസ്ഥാനത്തിന്മേൽ, യേശു എന്ന മൂലക്കല്ലിന്മേലാണ് ദൈവം നമ്മെ പണിഞ്ഞിരിക്കുന്ന. ഒരു മൂലക്കല്ല് എല്ലാ കല്ലുകളെയും ചേർത്ത് പിടിക്കുന്ന പോലെ, ആ ബിൽഡിങ്ങിനെ മൊത്തം, ആ സ്ട്രക്ചറിനെ മൊത്തം ചേർത്ത് പിടിക്കുന്ന പോലെ യേശു എന്ന മൂലക്കല്ലിന്മേലാണ് ദൈവം നമ്മെ പണിഞ്ഞിരിക്കുന്ന. ആ മൂലക്കല്ലിന്മേൽ നമ്മെ ജീവനുള്ള കല്ലുകളായി ദൈവം ചേർത്ത് പണിയുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം വാക്യം പറയുന്നത്, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. റീഡിംഗ് in 1 Corinthians chapter 3 verse 11, for no one can lay a foundation other than that which is laid, which is Jesus Christ. No other foundation but Jesus Christ. വേറെ ഒരു അടിസ്ഥാനമില്ല. യേശു എന്ന ആ മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിരിക്കുന്ന ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവം ദൈവസഭയെ പണിഞ്ഞിരിക്കുന്ന. വേറെ ഒരു പ്രസ്ഥാനമോ വേറെ ഒരു വ്യക്തിയോ അല്ല അടിസ്ഥാനം. യേശു തന്നെ അടിസ്ഥാനമായിരിക്കുന്നു. There is no other foundation between man and God, no other foundation for the church, no other foundation for our walk with God, no other foundation for salvation. It is Jesus and Jesus himself. Jesus is the foundation. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവം നമ്മെ പണിഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവാണ് മൂലക്കല്ല്. അപ്പോസ്തലന്മാരും
ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ന ആ അടിസ്ഥാനത്തിന്മേൽ, ആ പത്യോപദേശത്തിന്മേൽ ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും തിരഞ്ഞെടുത്തു. അവരെ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ, മൂല്യങ്ങൾ അവരെ പരമേൽപ്പിച്ചു. ആ അടിസ്ഥാനത്തിന്മേൽ, ആ പത്യോപദേശത്തിന്മേൽ, ആ ഇൻസ്ട്രക്ഷൻസിന്മേലാണ് ദൈവത്തിൻ്റെ സഭയെ പണിതിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്ന ഭാഗങ്ങളാണ് 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്. ഈ ഭാഗങ്ങളെല്ലാം നാം അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടിനാൽ ആ പത്യോപദേശത്തിൽ ദൈവസഭയെ ഉറപ്പിക്കുവാൻ, പണിയുവാൻ, ദൈവസഭ എങ്ങനെയാണ് അത് പണിയപ്പെടേണ്ടത്, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കേണ്ടത്, എങ്ങനെയാണ് അവിടെ നാം നടക്കേണ്ടത് എന്നുള്ള കാര്യത്തെ ഉപദേശിക്കുന്ന ഭാഗങ്ങളാണ്. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 14-15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. റീഡിംഗ് ഇൻ 1 Timothy chapter 3 verse 14 and 15. I hope to come to you soon, but I am writing these things to you so that if I delay, you may know how you ought to behave in the household of God, which is the church of the living God, a pillar and foundation of the truth. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ എഴുതുകയാണ്. എഫേസ്യ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന തിമോത്തിയോസിനോട് എഴുതുകയാണ്. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയാകുന്ന, ദൈവത്തിൻ്റെ കുടുംബമായിരിക്കുന്ന the household of God, that is the church of the living God, which is the pillar and foundation of truth. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനമായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നാം എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതശൈലി എങ്ങനെയായിരിക്കണം, നമ്മുടെ സംസ്കാരം എങ്ങനെയായിരിക്കണം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡീലിങ്സ് എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രമാണങ്ങൾ എന്തായിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ദൈവം തൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവസഭയ്ക്ക് ആ നിർദ്ദേശങ്ങൾ, ആ മൂല്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ്, ആ കമാൻഡ്മെന്റ്സ്, ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ, നിർദ്ദേശങ്ങൾ അത് കൊടുക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം, സഭാജീവിതം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ പക്വതയിലും അതിൻ്റെ പൂർണ്ണ ആലോചനയിലും ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർണ്ണ രീതിയിൽ വെളിപ്പെടുത്തണമെങ്കിൽ നാം ഈ അടിസ്ഥാനപരമായ സത്യങ്ങൾ നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും, ദൈവത്തിൻ്റെ സഭയെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഈ പത്യോപദേശത്തിൽ, ഈ ഉപദേശ സത്യങ്ങളിൽ ദൈവം നമ്മെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ ശുശ്രൂഷന്മാരിൽ നമുക്കറിയാം 5 തരം ശുശ്രൂഷന്മാരുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേശാക്കന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ചർച്ചിലെ ലോക്കൽ പാസ്റ്റേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്, ഡീക്കൺസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷന്മാരുണ്ട്. പക്ഷേ അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അവർ അടിസ്ഥാന ശുശ്രൂഷകന്മാരാണ്. They are foundational ministries which help the church of God to be founded and anchored in the truth of God. അടിസ്ഥാനപരമായ ഈ ശുശ്രൂഷകൾ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുടെ ആ ശുശ്രൂഷകൾ ദൈവസഭയ്ക്ക് വളരെ പ്രാധാന്യമേറിയതാണ്. ദൈവസഭയെ ദൈവവചനത്തിൻ്റെ സത്യത്തിലും ദൈവത്തിൻ്റെ പത്യോപദേശത്തിലും ദൈവത്തിൻ്റെ പൂർണ്ണ ആലോചനയിലും ഇൻ ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ് ദൈവം തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ പൂർണ്ണ പദ്ധതിയിൽ, പെർഫെക്ഷനിലേക്ക്, അതിൻ്റെ പൂർണ്ണ പർപ്പസിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന, ദൈവം നിയമിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ ഫൗണ്ടേഷണൽ മിനിസ്ട്രീസ് ആണ് അപ്പസ്റ്റോളിക് ആൻഡ് പ്രൊഫറ്റിക് മിനിസ്ട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ ഈ ശുശ്രൂഷന്മാരുടെ ശുശ്രൂഷകൾ അനിവാര്യമാണ്. ഒരു സഭ അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ കംപ്ലീഷനിൽ, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആൻഡ് സ്കോപ്പിൽ വരണമെങ്കിൽ ഈ അപ്പസ്റ്റോളിക് പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ദൈവസഭയെ ഓർപ്പിക്കുകയാണ്, യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിഞ്ഞിരിക്കുന്നു. ഈ അന്ത്യസമയങ്ങളിൽ ആഗോള സഭയിൽ തന്നെ ദൈവം ശുശ്രൂഷന്മാരെ, അപ്പോസ്തോലിക, പ്രാവചനിക, ഈ ശുശ്രൂഷകളെയും ശുശ്രൂഷന്മാരെയും ഈ ഓഫീസുകളെയും ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സമയത്താണ്. കഴിഞ്ഞ 30-40 വർഷത്തിലാണ് ആ ഒരു വെളിപ്പാട് ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂത്തറിലൂടെ വന്ന പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷനിൽ എന്താ സംഭവിച്ചത്? ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അടിസ്ഥാന സത്യങ്ങൾ അത്
ദൈവസഭയിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഒരു വലിയ റെസ്റ്റോറേഷൻ മൂവാണ് അവിടെ സംഭവിച്ചത്. അന്ന് വരെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള അടിസ്ഥാനപരമായ സത്യം പോലും ദൈവസഭ നഷ്ടപ്പെടുത്തി. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് നാം നീതീകരിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ ഉദ്ധാരണം നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്നുള്ള അടിസ്ഥാനപര സത്യം പോലും ദൈവസഭ നഷ്ടപ്പെടുത്തതിൻ്റെ മധ്യത്തിലാണ് മാർട്ടിൻ ലൂതറിൽ കൂടെയും മറ്റ് ദൈവദാസന്മാരിൽ കൂടെയും 1500കളിൽ പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷനിലൂടെ ഒരു വലിയ ദൈവിക ചലനമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. നഷ്ടപ്പെട്ട ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളും സത്യങ്ങളും ദൈവസഭയിലേക്ക് ദൈവം കൊണ്ടുവരികയും വീണ്ടും ദൈവസഭയെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തി നടന്നു. അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള റെസ്റ്റോറേഷണൽ മൂവ്സ്, ദൈവത്തിൻ്റെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ സത്യങ്ങൾ അത് ദൈവസഭയിലേക്ക് ദൈവം അയക്കുകയും കഴിഞ്ഞ ഒരു 30-40 വർഷങ്ങളിലാണ് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷകളെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, അവരാരാണ്, അവരുടെ ശുശ്രൂഷകൾ എന്താണ്, ദൈവസഭയിൽ അവരുടെ ശുശ്രൂഷകൾ എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നത്, നമുക്കത് മനസ്സിലാക്കുവാൻ അത് ഇടയായിത്തീർന്നത്. സോ God is restoring the foundational ministry of the apostles and the prophets, and they are so integral for the upbringing, for the building of the church in all its fullness, in all its perfection, in all its dimensions, in all its facets. ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ ദൈവത്തിൻ്റെ സഭയെ പണിതിരിക്കുന്നു. അത് നാം തിരിച്ചറിയുകയും അപ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെ ആ ശുശ്രൂഷകളുടെ മേൽനോട്ടത്തിൽ ദൈവസഭകൾ വളർന്നു വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് ദൈവസഭയെ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക്, ഫുൾ സ്കോപ്പിലേക്ക്, അതിൻ്റെ ഫുൾ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുവാൻ അത് സഹായകരമായിരിക്കും. എന്തിനാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? 21-22 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കുടുംബമായി, ദൈവത്തിൻ്റെ സഭയായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ഭവനമായിരിക്കുന്ന, കുടുംബാംഗങ്ങളായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ഹൃദയം എന്താണ്? അത് ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിന് ഇറങ്ങി വസിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു നിവാസ സ്ഥലമായി. The church becomes the dwelling place of God on earth, for God to dwell in the midst of his people. പഴയ നിയമത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മഹത്വത്തെ കുറിക്കുന്ന നിയമപെട്ടകം അത് കൂടാരത്തിലും ആലയത്തിലും, സലോമോന്റെ ആലയത്തിൽ, ഹിരോദാവിൻ്റെ ആലയത്തിൽ അതായിരുന്നത്. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം എന്താണ് ചെയ്തിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി, ദൈവത്തിൻ്റെ മന്ദിരമാക്കി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിച്ച് വ്യക്തിപരമായിട്ടും ദൈവത്തിൻ്റെ സഭയായിരിക്കുന്ന, വിശ്വസിച്ച് വേർപെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ദൈവസഭ ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ നിവാസമായി, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. 1 കൊരിന്ത്യർ ലേഖനം 3-16-17 വാക്യങ്ങൾ നാം വായിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? 17 വാക്യം വായിക്കുന്നത്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. Do you not know that you are God's temple and that God's Spirit dwells in you? If anyone destroys God's temple, God will destroy him, for God's temple is holy and you are that temple. ഇവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിശ്വസിച്ച് പുതിയ സൃഷ്ടികളായ വീണ്ടും ജനിച്ച നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കുറിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 6-19 വാക്യം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. Reading in 1 Corinthians chapter 6 verse 19 and 20, or do you not know that your body is a temple of the Holy Spirit within you and whom you have from God,
You are not your own, for you were bought with a price, so glorify God in your body. അപ്പോൾ ഇവിടെ എന്താണ് നാം വായിക്കുന്നത്? നാം ഓരോരുത്തരും വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വിശ്വാസികളും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അപ്പോൾ ഒരു നാണയത്തിന്റെ ഒരു വശം നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോൾ തന്നെ നാം ഒരുമിച്ച് വരുന്ന പ്രാദേശിക സഭകൾ, ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ ഭവനക്കാർ, ദൈവത്തിന്റെ ഭവനം, വിശ്വാസി സമൂഹം നാം ഒരുമിച്ച് ദൈവസഭയായി കൂടി വരുമ്പോൾ അത് ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി, ദൈവം വസിക്കുന്ന ആലയങ്ങളായി ദൈവം അത് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 4 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. അവിടെയും പൗലോസ് അപ്പോസ്തലൻ ദൈവമക്കൾക്ക് കൊടുക്കുന്ന ആ വെളിപ്പാടും നിർദ്ദേശങ്ങളും എന്തിനാണ് ദൈവം നമ്മെ പണിഞ്ഞെടുക്കുന്നത്. 4-ാം വാക്യം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നപോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതന്മാരാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന് ആത്മീയ ആരാധന കൊടുക്കുവാൻ, ആത്മയാഗം കഴിപ്പാൻ, ഒരു ആത്മീയ ഗ്രഹമായി, ഒരു മന്ദിരമായി യേശു എന്ന ആ മൂലക്കല്ലിന്മേൽ ദൈവം നമ്മളെ ജീവനുള്ള കല്ലുകളായി ചേർത്ത് പണിഞ്ഞ് ഒരു ആത്മീയ ഗ്രഹമായി, ഒരു സ്പിരിച്വൽ ഹൗസായി, ഒരു ആത്മീയ ഗ്രഹമായി, ഒരു ആലയമായി, ഒരു മന്ദിരമായി നമ്മെ പണിഞ്ഞെടുക്കുകയാണ്. Reading in 1 Peter chapter 2 verse 4 and 5, as you come to him a living stone, rejected by men, but in the sight of God, chosen and precious, you yourselves like living stones are being built up as a spiritual house to be a holy priesthood, to offer spiritual sacrifices acceptable to God through Jesus Christ. For it stands in scripture, behold, I am laying in Zion a stone, a cornerstone, chosen and precious, and whoever believes in him will not be put to shame. So the honor is for you who believe, but for those who do not believe, the stone that the builders rejected has become the cornerstone, a stone of stumbling, a rock of offense. They stumble because they disobey the word, as they were destined to do. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. 7-ാം വാക്യം പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞത് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും ആയി തീർന്നു, അവർ വചനം അനുസരിക്കാകയാൽ ഇടറിപ്പോകുന്നു. എന്നാണ് നാം ഇവിടെ കാണുന്നത്. ദൈവം സിയോനിൽ ഒരു മൂലക്കല്ലിട്ടിരിക്കുന്നു. യേശു ആകുന്ന ആ മൂലക്കല്ല്. വീട് പണിയുന്നവർ ആ കല്ലിനെ തിരസ്കരിച്ചു കളഞ്ഞു എന്നുള്ള ആ ഒരു ഭാഗമാണ് യഹൂദന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരും, പരീശന്മാർ, സദുക്യർ, മഹാപുരോഹിതന്മാർ മൂലക്കല്ലായിരിക്കുന്ന മെഷിയെ തിരിച്ചറിഞ്ഞില്ല. അതാണ് ഈ ദൈവവചനത്തിന്റെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവനെ വിശ്വസിച്ച നാം ഓരോരുത്തരും, യേശുവിനെ വിശ്വസിച്ച നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളായി യേശു എന്ന മൂലക്കല്ലിന്മേൽ നമ്മെ ദൈവം ചേർത്ത് പണിതിരിക്കുകയാണ്. ആൻഡ് പരിശുദ്ധാത്മാവ് ആ പണി നമ്മളിൽ ചെയ്യുകയാണ്, നമ്മെ ദൈവത്തിന്റെ മന്ദിരമാകേണ്ടതിന്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കാം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ജീവനുള്ള കല്ലുകളായ നമ്മെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, യേശുവാണ് മെഷിഹ എന്ന് തിരിച്ചറിഞ്ഞ്, യേശുവാണ് ദൈവത്തിന്റെ മൂലക്കല്ലെന്ന്, ദൈവത്തിന്റെ മൂലക്കല്ലായിരിക്കുന്ന ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവം നമ്മെ പണിഞ്ഞിരിക്കുന്നു എന്ന ആ ബോധ്യത്തോടെ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന് അധിവസിക്കുവാൻ, ദൈവത്തിന്റെ നിവാസമായി ദൈവം നമ്മെ പണിതെടുക്കുകയാണ്. ദൈവത്തിന്റെ കുടുംബമായ നമ്മെ, ദൈവത്തിന്റെ മക്കളായ നമ്മെ ദൈവം ചേർത്ത് പണിയുകയാണ്. ഒരു ഭവനം ദൈവത്തിന്റെ ആലയമായി, മന്ദിരമായി മാറുകയാണ്. A house of God becomes a temple of God. ദൈവത്തിന്റെ ഭവനക്കാൽ ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയത്തെ ചുമക്കുന്ന, വെളിപ്പെടുത്തുന്ന, ഭൂമിയിൽ പ്രദർശിപ്പിക്കുന്ന ദൈവത്തിന്റെ ആലയമായി മാറുന്ന വലിയ ഒരു ദൈവപ്രവൃത്തിയാണ് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണർവുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ ആത്മപകർച്ചകളിൽ, ഉണർവുകളിൽ എന്താ സംഭവിക്കുന്നത്? അസൂസ സ്ട്രീറ്റ് പോലെ ഉണർവിൽ നാം കാണുന്നത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഈ ഹൃദയം, ഈ വചനത്തിന്റെ വെളിപ്പാടുകളൊക്കെ ആശ്ചര്യമായി അവിടെ വെളിപ്പെട്ടു വരുന്നത് പോലെയാണ്. 2-3 പേർ ഒരുമിച്ച് വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു തലമുള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ്? ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു സ്ഥലമായി ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ
ആലയം അത് ദൈവത്തിൻ്റെ മന്ദിരമായി അത് ഭൂമിയിൽ വിളങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഘനമായ ദൈവത്തിൻ്റെ ഷെഖൈന മഹത്വം അത് വെളിപ്പെടുത്തുന്ന ഒരു സ്ഥലമായി ദൈവത്തിൻ്റെ ഭവനം, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ സഭ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അസൂസ സ്ട്രീറ്റിൽ ആ ദൈവ പ്രവൃത്തിയിൽ നടന്ന അവിടെ വലിയ നിലവാരത്തിൽ ദൈവ സാന്നിധ്യം പ്രകടമാകുവാൻ ഇടയായി തീർന്നു. അഗ്നി തൂണായി, മേഘസ്തംഭമായി, മേഘമായി, പുകയായി ദൈവത്തിന്റെ ഘനമായ സാന്നിധ്യം, the very manifest presence of God, the weighty presence of God, the Shekinah presence of God, where God began to unveil himself in all his glory. ദൈവം പൂർണ്ണ മഹത്വത്തോടെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു പ്രതലം. അവിടെ വലിയ അനുതാപങ്ങൾ ഉണ്ടാകുന്നു, കൂട്ട മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു, ആ കമ്മ്യൂണിറ്റിയിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു, വലിയ ദൈവപ്രവർത്തികൾ, വലിയ കൂട്ടമായിട്ടുള്ള സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അവർണ്ണനീയമായ ദൈവപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവപ്രവർത്തികൾ നടക്കുന്നു. ബിക്കോസ് a house became a temple of God. ഒരു ഭവനം, ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ ആലയമായി, ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ മുഴുമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു പ്രതലമായി തീരുന്ന അങ്ങനെയുള്ള ഒരു തലം. That's God's plan and God's heart, that we become the dwelling places, the display centers, the display places of God's great glory and power. The unveiled presence of God, the unveiled glory of God, the unveiled presence of God, where God makes his dwelling in the midst of man, the habitation of God, the dwelling place of God on earth. God's residential address on earth is his church. ഭൂമിയിൽ ദൈവത്തിൻ്റെ റെസിഡൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഭവനം എവിടെയാണെന്ന് ചോദിച്ചാൽ, ദൈവം എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നാമം ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ പ്രാദേശിക സഭയായിരിക്കുന്ന ആ കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. That's the plan of God. അതാണ് ദൈവത്തിൻ്റെ ആ പ്ലാൻ, ദൈവത്തിൻ്റെ പർപ്പസ്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇത്ര വലിയ ഒരു ദൈവപ്രവൃത്തി, രക്ഷയുടെ പ്രവൃത്തി ദൈവം നമ്മൾ ചെയ്തെടുത്തത്, ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ തീർത്തു, ദൈവത്തിൻ്റെ കുടുംബക്കാരാക്കി തീർത്തു. എല്ലാ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നു. എന്തിനു വേണ്ടി? നാം ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ മഹത്വത്തെ ഡിസ്പ്ലേ ചെയ്യുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളായി, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ നിവാസങ്ങളായി ദൈവം നമ്മെ മാറ്റേണ്ടതിന് ദൈവം ആത്മാവിനാൽ നമ്മെ പണിഞ്ഞു വരുന്നു. ആ വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. May the Lord bless you with the teaching of these words. May you listen to this again and again so that you will capture the heart of God. ഈ വേദഭാഗങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കണം. ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ നമുക്ക് ദൈവത്തിനു വേണ്ടി ഈ അന്ത്യകാലങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടാം. God bless you.